സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ആവശ്യപ്പെട്ടും വേണ്ട എന്നും പറഞ്ഞ് രണ്ടു കൂട്ടർ പ്രത്യക്ഷ സമരത്തിലാണ്. ഈ സമരത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. അത് ഈ മെത്രാൻ സിനഡ് സമാപിക്കുമ്പോൾ അറിയാൻ സാധിക്കും. കൃത്യമായി ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. എറണാകുളം അതിരൂപതയിൽ ആഗോള സീറോ മലബാർ സഭയിലേതുപോലെ ഏകീകൃതമായി ബലി അർപ്പിക്കണം എന്ന് തീരുമാനിച്ചതും അതിന് ഇവിടുത്തെ ഏതാനും വൈദികരും വിമത മെത്രാന്മാരും എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ജനാഭിമുഖ കുർബാന അസാധുവായി പ്രഖ്യാപിച്ചതും സിനഡ് തന്നെയാണ്. 5 വർഷമായി ഇതിന്റെ പേരിൽ ക്രിസ്തുവിന്റെ ബലിയെ എത്രയോ വട്ടം പരസ്യമായി വിമതർ അവഹേളിച്ചു. ഇതെല്ലാം കണ്ട് നിർവൃതി കൊള്ളുന്ന സിനഡിലെ മെത്രാന്മാർ സ്വയം തോൽക്കുകയാണോ സഭയെ ക്രിസ്തുവിനെ തോൽപ്പിക്കുകയാണോ എന്നാണ് വിശ്വാസികളുടെ സംശയം. ക്രിസ്തുവിന്റെ അനുയായികളായ സഭാമക്കൾ സിനഡിന്റെ തീരുമാനത്തെ അനുസരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ 5 കഴിയാറായി. പിതാക്കന്മാരെ നിങ്ങൾ രാഷ്ട്രീയക്കാരേക്കാൾ മോശമായി പെരുമാറുകയാണ്. നിങ്ങളെ വിളിച്ച തമ്പുരാനോട് മറുതലിക്കല്ലേ. ഇപ്പോഴാണ് സമയം. വിവേകത്തോടെ ധാർമ്മികതയോടെ ഈ സിനഡിൽ തീരുമാനമെടുക്കുക. എറണാകുളം അതിരൂപത മാത്രമല്ല ആഗോള സീറോ മലബാർ സഭയെ കൂടി വിശ്വാസ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ നിങ്ങൾ കാരണക്കാരാകരുത്. എറണാകുളം അതിരൂപതയിൽ വിശ്വാസികൾക്ക് ആത്മീയ ഭക്ഷണം നിഷേധിക്കരുത് എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്വന്തം സെന്റ് മേരീസ് ബസിലിക്കയിൽ വർഷങ്ങളായി വിശുദ്ധ കുർബാന അർപ്പിക്കാതെ കിടക്കുന്നതും കാണാതെ പോകരുത്. ബസിലിക്ക പൂട്ടിയതിന്റെ 999 ദിനത്തിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചത് നിങ്ങൾ കാണാതെ പോയി. നിങ്ങളുടെ കണ്ണുകളിൽ തിമിരം ബാധിച്ചിരിക്കുകയാണ്. ആ ദിവസം തന്നെ മാർപ്പാപ്പ നീതിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയും ബസിലിക്ക മാതൃകയിൽ വിശുദ്ധ കുർബാന ഇല്ലാതെ അടച്ചിട്ടു. ഇങ്ങനെ വിശുദ്ധ കുർബാന ഇല്ലാത്ത വെറും ഹാളുകൾ മാറുന്നത് ഈ സഭയുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാകും. അതിന് നിങ്ങൾ സിനഡ് മെത്രാന്മാർ കൂട്ടുനിൽക്കരുത്. എറണാകുളം അതിരൂപതയിൽ 99% വിശ്വാസികൾക്കും സഭ നിർദ്ദേശിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവർക്ക് വിശുദ്ധ കുർബാന ഉചിതമായ രീതിയിൽ ലഭിക്കുന്നില്ല. അവരുടെ കൂദാശകളിൽ വിശുദ്ധ കുർബാന ലഭിക്കുന്നില്ല. തികഞ്ഞ അനീതിയിലാണ് എറണാകുളം അതിരൂപത പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് മാറ്റം വരണം, വന്നേ പറ്റുകയുള്ളൂ.